ഹായ് ഹലോ. അപ്പോൾ ചൊവ്വാഴ്ച ഗുരുവായൂർ എത്തിയിട്ട് ഒരു 12:45 ഇപ്പോൾ 2:30 ഞങ്ങളുടെ വർത്തമാനമൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ ഒരു 4:45 ഇപ്പോൾ എണീറ്റ് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 5:30 ഞങ്ങളുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇതുമാണ് ഫസ്റ്റ് ചെയ്തത്. മാഷുമാരൊക്കെ നേരത്തെ തന്നെ വന്നിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞങ്ങളുടെ ഹെയർ ആണ് ചെയ്തത്, അതിനുശേഷം ഫേസ് മേക്കപ്പ്. പിള്ളേർ സെറ്റൊക്കെ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും എണീറ്റ് വരത്തുള്ളൂ. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ വേഗം ഞങ്ങളുടെ കാര്യം കഴിഞ്ഞ് ഞങ്ങൾക്ക് വല്ലയിടത്തും പോയി റെസ്റ്റ് ചെയ്യാം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. അത് കഴിഞ്ഞ് ഹെയർ കഴിഞ്ഞു, ഫേസ് കഴിഞ്ഞിട്ട് നമ്മൾ അത്യാവശ്യം ഓർണമെൻറ്റ്സ് ഒക്കെ ഇടും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നതിന് മുൻപുള്ളത്. ഇത് ഞങ്ങൾ താഴെ റൂമിൽ വന്നു. മിതു കിടന്ന് ഉറങ്ങി. വൈഷ്ണവി ഫോണും പാട്ടൊക്കെ വെച്ചിട്ട് വീണ്ടും പ്രാക്ടീസൊക്കെ ചെയ്തിരിപ്പുണ്ട്. ഞങ്ങൾ എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് തൊട്ടടുത്തുള്ളൊരു ഹോട്ടലിൽ പോയിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഞങ്ങൾക്ക് കാലത്ത് തന്നെ ഒരു ചായയും ഉഴുന്നുവടയൊക്കെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മൾ വേഗം ബ്രേക്ക്ഫാസ്റ്റിന് ആ പണി കഴിഞ്ഞാൽ നമുക്ക് ഡ്രസ്സ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനും വൈഷ്ണവിയൊക്കെ കഴിച്ചു. മിതു കഴിച്ചില്ല കേട്ടോ. അത് കഴിഞ്ഞ് പോകുന്ന വഴിക്ക് ഞങ്ങൾ മുല്ലപ്പൂ വാങ്ങിച്ചു. 3 മീറ്റർ വീതം ഞാനും ഇതും വാങ്ങിച്ചു. നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് ചെയ്യുന്നത്. നമ്മൾ എന്തായാലും അമ്പലത്തിലൊക്കെ കളിക്കില്ല, അതും ഗുരുവായൂരും അല്ലേ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നേരെ അതൊക്കെ വാങ്ങിച്ച് സെറ്റായി അവിടെ എത്തി. ഞങ്ങൾ വേഗം ഡ്രസ്സ് ചെയ്യാൻ തുടങ്ങി, കാരണം ഇനി സമയം പെട്ടെന്ന് പോകും. അപ്പോഴേക്കും ഇതുവിന് വിശന്നു. ഞങ്ങൾ ഇഡ്ഡലി വാങ്ങിപ്പിച്ചു. അങ്ങനെ കൃത്യം 1 മണിക്ക് ഞങ്ങളുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തു. ഇത് ചെരുപ്പൊക്കെ റാക്കിൽ നിന്ന് വെച്ച് എടുത്ത് തിരിച്ച് വരാണ്. അപ്പം മിസ്സും മിതുവൊക്കെ കഴിഞ്ഞ് ക്ഷീണതയായിട്ട് വരുവാണ്. ഞാനും അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. വേഗം ഇടപെടിയുന്ന ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. മേക്കപ്പ് നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റില്ല, കാരണം കുറച്ചധികം സമയം എടുക്കും. ഇപ്പം തന്നെ എല്ലാവരുമായിട്ട് ഞങ്ങളാണ് ലേറ്റ് ആയത്. എന്നിട്ട് ഞങ്ങൾ വേഗം ട്രാവലറിൽ കയറി. ഇനി ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാനുള്ളൊരു സ്ഥലം കണ്ടുപിടിക്കണം. അപ്പോൾ എന്നാലും വണ്ടിയിൽ കയറി പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചപ്പോൾ മിഥുവിനും വൈഷ്ണവിക്കൊന്നും ക്ഷീണമൊന്നും ഇല്ല കേട്ടോ. ഞാനൊരു സ്ഥലത്ത് സൈഡിൽ ഇരിപ്പായി. ഇവർ കളിച്ച് തിമിർക്കുവാണ്. അത് കഴിഞ്ഞ് നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഫുഡും കാര്യങ്ങളൊക്കെ തപ്പിക്കൊണ്ട് ഇങ്ങനെ നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഒരു സ്ഥലത്താണ് ഇറങ്ങിയത്. വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് എല്ലാവരും ഇറങ്ങി കൈയൊക്കെ കഴുകി അവിടെ പോയിരുന്നപ്പോൾ ഇതാണ് ഷാപ്പ് കറികൾ എന്ന് കണ്ടതിൻ്റെ ഒരു ഉത്സാഹമാണ് എൻ്റെ മുഖത്ത് കാണാനുള്ളത്. അവിടുത്തെ വലിയ മെനുവും കുറേ സ്പെഷ്യൽ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അതൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ തിരിച്ച് വീണ്ടും ട്രാവലറിൽ കയറുവാണ്. അത് കഴിഞ്ഞ് പിന്നെ ചാവക്കാടുള്ള വൈറ്റ് ഹൗസ് റെസ്റ്റോറൻറ്റിലാണ് ഞങ്ങൾ പിന്നെ എത്തിയത്. അപ്പോൾ അവിടെയാണെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും ഡെസേർട്ടും സ്പെഷ്യൽ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ ചില്ലിക്കട്ടൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പ്രോൺസ് ബിരിയാണി, നൂഡിൽസ്, പിള്ളേർ സെറ്റുകൾ, അവർക്കുള്ള ഐസ്ക്രീം, ഷേക്ക്, മൊജിറ്റോ, അങ്ങനെ സംഭവങ്ങളെല്ലാം കുശാലായിട്ട് തന്നെ ഞങ്ങൾ ആഘോഷമാക്കി തന്നെ കഴിച്ചു. ടേസ്റ്റുകളും നല്ല ടേസ്റ്റും ആയിരുന്നു തന്നെ പറയാം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നമുക്ക് ഒരു 6:30 കഴിഞ്ഞു കേട്ടോ ഞങ്ങൾ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ രാത്രിയത്തെ ഫുഡിന് വേറെ വേണ്ടല്ലോ, രണ്ടും കൂടെ ഒരുമിച്ചപ്പോൾ ലാഭമായല്ലോ. അത് കഴിഞ്ഞ് തിരിച്ച് വണ്ടിയിൽ കയറി. അപ്പോൾ ഷീബയൊക്കെ ഉറക്കമാണ്. ഷീബയും വൈഷ്ണവിയൊക്കെ ഉറങ്ങി വീഴുവാണ്. ഞങ്ങളൊരു 8:30 കഴിഞ്ഞു വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ വീട്ടിൽ അധികം കുഴപ്പമൊന്നുമില്ലാതെ പിള്ളേർ മാനേജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ദിവസം.